ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET UG 2023 ജനറൽ മെന്റൽ അബിലിറ്റിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി നെക്സ്റ്റ് ടേം ഇൻ ദി ആൽഫ ന്യൂമറിക് സീരീസ്. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ആൽഫ ന്യൂമറിക് സീരീസിലെ നെക്സ്റ്റ് ടേം ഏതായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, D4T, ഓക്കെ, F9R അങ്ങനെയുള്ള അടുത്തടുത്ത ടേം ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന് നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യാണ്. 4, 9, 20, 43 അടുത്തൊരു ടേം ഏതായിരിക്കും എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് നോക്കാണ്. അപ്പൊ 4 into 2 plus 1 ആണ് 9 വരുന്നത്. ഓക്കെ ആണല്ലോ. 4 into 2 8, 8 plus 1 9. നെക്സ്റ്റ് 9 into 2 എത്രയാണ്? 18 plus 2. ഓക്കെ, അവിടെ നേരത്തെ into 2 plus 1 വന്നു, ഇവിടെ into 2 plus 2 വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്താ വരിക? into 2 plus 3 വരണം. അപ്പോ 20 into 2 40 ആണ്. 40 plus 3 43. ഓക്കെ ആണ്. നെക്സ്റ്റ് into 2 plus 4 വരില്ലേ? 1 2 3 4 ആ രീതിയിലാണ്. അപ്പൊ 43 into 2 ഓൾമോസ്റ്റ് 86 ആണ്. 86 plus 4 is equal to 90 ആണ് വരുന്നത്. പക്ഷെ 4 ഓപ്ഷനിലും എന്താണ്? സെൻട്രലിൽ 90 തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കാം. D E ഇല്ല, F വന്നു. G ഇല്ല, H വന്നു. I ഇല്ല, J വന്നു. ഓക്കെ, നെക്സ്റ്റ് K ഇല്ല, L വരും. ഓക്കെ, ഫസ്റ്റ് ടൈം L ആണ് വരിക. ഈ ഓപ്ഷൻ നമുക്ക് വെട്ടാം, ഈ ഓപ്ഷൻ നമുക്ക് വെട്ടാം. നെക്സ്റ്റ് നോക്കാം. T ന്യൂമറിക്കൽ വാല്യൂ 20 ആണ്. നെക്സ്റ്റ് ഇവിടെ 18 വന്നു, 16 വന്നു, 14 വന്നു അല്ലെ? 20, 18, 16, 14. നെക്സ്റ്റ് ഏത് വരും? 12 വരും. അതും തന്നെയാണ് വരിക, L തന്നെയാണ് വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ C ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. In figure out which number indicate doctors who are not married. അപ്പോ ഡോക്ടേഴ്സ് ഏതൊക്കെയാണ്? ഈ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ളതാണല്ലോ ഡോക്ടേഴ്സ്. ഏതൊക്കെയാണ്? 1 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാരീഡ് പീപ്പിൾ ഏതൊക്കെ വരുന്നത്? 6 മാരീഡ് ആണ്. നമുക്ക് നോട്ട് മാരീഡ് വരണം. 6 മാരീഡ് ആണ്. അതുപോലെ തന്നെ 2 മാരീഡ് ആണ്. അതുപോലെ തന്നെ 5 നമുക്ക് ഈ ഒരു സർക്കിളിനുള്ളിലും വരുന്നുണ്ട്. പക്ഷെ 5 നമുക്ക് ഓപ്ഷനിൽ ഇല്ലതാണ്. ഓപ്ഷനിൽ ഉള്ളത് 1 മാത്രമാണ്. ദാറ്റ് മീൻസ് 1 നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് the one which is different from the rest 3. അതായത് ഓഡ് വൺ ആണ് ചോദിക്കുന്നത്. ഏതാണ് ഓഡ് വൺ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 4 3 1 1 6 2 8 3 1 അതുപോലെ തന്നെ 2 3 2. 4 3 1 അതിന്റെ ഓരോ ഡിജിറ്റ്സിന്റെയും പ്രൊഡക്റ്റ് എടുക്കണം. അതായത് 4 into 3 എത്രയാണ്? 12. 12 into 1 12 തന്നെ. നെക്സ്റ്റ് 1 into 6 6 തന്നെ. 6 into 2 12. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 8 into 3 ഓക്കെ 24 ആണ്. 24 into 1 24 തന്നെ. നെക്സ്റ്റ് ഇവിടെ നോക്കാം. 2 into 3 എത്രയാണ്? 6 ആണ്. 6 into 2 6 into 2 എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പൊ ഇതിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 12 ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ളത് ഏതാണ്? 8 3 1 മാത്രമാണ്. അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ വേർഡ് ലീഡർ ഈസ് കോഡഡ് ആസ് നോക്കാം 20 13 9 9 12 നെക്സ്റ്റ് 13 26 ആ രീതിയിലാണ് ലീഡർ എന്നുള്ള വാക്ക് കോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലീഡർ എന്നുള്ളതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് എടുക്കാൻ. ലെറ്റേഴ്സിന്റെ ന്യൂമറിക്കൽ വാല്യൂ ഓക്കെ 12 വന്നു. നെക്സ്റ്റ് 5 വന്നു. 1 4 5 18. ഇവിടെ 12 വന്നു. 12ലേക്ക് 8 കൂട്ടിയതാണ് 20. നെക്സ്റ്റ് 5 വന്നു. 5ലേക്ക് 8 കൂട്ടിയതാണ് 13. 1ലേക്ക് 8 കൂട്ടിയതാണ് 9. അതായത് ന്യൂമറിക്കൽ വാല്യൂലേക്ക് 8 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന് ന്യൂമറിക്കൽ വാല്യൂ എടുത്തോ. ലൈറ്റ് ന്യൂമറിക്കൽ വാല്യൂ 12 9 7 8 20. അപ്പൊ ഫസ്റ്റ് 12ലേക്ക് ഏകദേശം 8 കൂട്ടിയ 20 വരും. ഓക്കെ, 20 നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് 9ലേക്ക് 8 കൂട്ടിയ 17 വരും. ഓക്കെ, ആ രീതിയിൽ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇന്റർമീഡിയറ്റ് ആർ റിവേഴ്സ്ഡ് ആൻഡ് പ്ലേസ്ഡ് ബിഫോർ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ലെറ്റേഴ്സ്, വിച്ച് ലെറ്റർ വിൽ ബി സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് 10th ലെറ്റർ ഫ്രം ദി റൈറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇന്റർമീഡിയറ്റ് എന്നുള്ള വാക്കിനെ രണ്ടാക്കി തിരിക്കുകയാണ്. INTERM. ഓക്കെ, ഇവിടെ മിഡിൽ വരാം. 1 2 3 4 5 6 1 2 3 4 5 6. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? സെക്കൻഡ് ഹാഫ് റിവേഴ്സ് ചെയ്യാണ്. സെക്കൻഡ് ഹാഫ് റിവേഴ്സ് ചെയ്തിട്ട് ഫസ്റ്റിലേക്ക് എഴുതാണ്. സെക്കൻഡ് ഹാഫ് റിവേഴ്സ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് E വരും, പിന്നെ T വരും, പിന്നെ A വന്നു, പിന്നെ I വന്നു, പിന്നെ D വന്നു, പിന്നെ E വന്നു. ഇനി ഫസ്റ്റ് ഹാഫ് റിവേഴ്സ് ഒന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ ബാക്കിയുണ്ട് എഴുതി കൊടുത്താൽ മതി. ഇന്റർ ബാക്കി ഒരു M. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് വിച്ച് ലെറ്റർ ഈസ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് 10th ലെറ്റർ ഫ്രം ദി റൈറ്റ്. റൈറ്റിൽ നിന്ന് 10th ലെറ്റർ ഏതാ? 1 2 3 4 5 6 7 8 9 10. റൈറ്റിൽ നിന്ന് 10th ലെറ്റർ A ആണ്. അപ്പോ വിച്ച് ലെറ്റർ ഈസ് സെക്കൻഡ് ടു ദി റൈറ്റ് ഓഫ് 10th ലെറ്റർ ഫ്രം ദി റൈറ്റ്. ഇതിന്റെ സെക്കൻഡ് ടു ദി റൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു ലെറ്ററിന്റെ സെക്കൻഡ് ടു ദി റൈറ്റ് 1 ടു ദി റൈറ്റ് I ആണ്. സെക്കൻഡ് ടു ദി റൈറ്റ് D ആണ് വരുന്നത്.
ഓക്കെ ആണല്ലോ. ഇൻ എ ക്ലാസ് ബോയ്സ് സ്റ്റാൻഡ് ഇൻ എ സിംഗിൾ ലൈൻ. ബോയ്സ് എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ്സിൽ സിംഗിൾ ലൈൻ ആയിട്ട് നിൽക്കാണ്. വൺ ഓഫ് ദി ബോയ്സ് ഈസ് 17th ഇൻ ഓർഡർ ഫ്രം ബോത്ത് ദി എൻഡ്സ്. ഇപ്പൊ ഒരു ലൈൻ ആയിട്ട് നിൽക്കാണ്. ഇവിടുന്ന് ഈ ഒരു ആള് നോക്കുമ്പോൾ ഇവിടെ ഒരു ബോയ് ഉണ്ട്, അവന്റെ ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള ഓർഡർ നോക്കുമ്പോൾ 17 ആണ്, ബാക്കിൽ നിന്നും നോക്കുമ്പോൾ 17 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈനിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണെന്നുള്ളതാണ്. 17 + 17 - 1 = 34 - 1 = 33 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഒക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ walks 2 kilometers towards east. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് ഒരു 2 kilometers ട്രാവൽ ചെയ്യാണ്. He then turns to south and walks 6 kilometers. ഓക്കെ, സൗത്തിലോട്ട് ഒരു 6 kilometers ട്രാവൽ ചെയ്യാണ്. He then turns to east and walks 4 kilometers. ഈസ്റ്റിലോട്ട് ഒരു 4 kilometers ട്രാവൽ ചെയ്യാണ്. After he turns to north and walks 14 kilometers. അപ്പൊ ഇവിടെ വരെ എന്താ ചെയ്യാ, 6 kilometers തന്നെയാണ്. 14 kilometers ആണ് ടോട്ടൽ. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും, 8 ഉണ്ടാവും അല്ലെ. 8 + 6 ആണല്ലോ 14. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ ഒരു റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെങ്ത്, ഈ ഒരു ഡോട്ടഡ് ലൈൻ എത്രയായിരിക്കും, 4 തന്നെ ആയിരിക്കില്ല. ഇവിടെ ലെങ്ത് 2 വന്നു. അപ്പൊ ഈ ഒരു ടോട്ടൽ ലെങ്ത് എത്രയാണ്, 6 ആണ് വരിക. ഒരു ട്രയാംഗിൾ അങ്ങോട്ട് മാറ്റി വരക്കാണ്. ബേസ് ലെങ്ത് 6 ആണ്, ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടനസ് എത്ര ആയിരിക്കും, 10 ആയിരിക്കും അല്ലെ. പൈതഗോറിയൻ ട്രിപ്പിൾസ് ആണ്. 6² + 8² = 10² ആണ് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ റോ ഓഫ് 40 children, A is 13th from the left end and B is 9th from the right end. അപ്പോ ഓൾമോസ്റ്റ് ഒരു 40 കുട്ടികളുള്ള ഒരു ലൈൻ ആണ്. അതിൽ A is 13th from the left. അപ്പൊ A എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 13th ആണ്. B എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് 9th ആണ്. അങ്ങനെയാണെങ്കിൽ how many children are there between A and C if C is 4th to the left of B. B ന്റെ 4th to the left എന്ന് പറഞ്ഞാൽ 1 2 3 4. അപ്പൊ എന്താ ചെയ്യാ, അത് ഈ C എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് എത്രാമതാവും, റൈറ്റിൽ നിന്ന് ഇവിടെ 9ാമതാണ്. അപ്പൊ 9ലേക്ക് ഒരു 4 കൂടി കൂട്ടുക, ദാറ്റ് മീൻസ് റൈറ്റിൽ നിന്ന് 13ാമതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A ലെഫ്റ്റിൽ നിന്ന് 13ാമത്, സി എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് 13ാമത്. ഞാൻ എന്താ കാണുന്നത് വെച്ചാൽ സിയുടെ ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ എത്രയാണെന്നുള്ളതാണ്. ഇപ്പൊ എനിക്കറിയാം റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ 13 ആണ്, പ്ലസ് ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ x ആണെന്ന് വിചാരിച്ചോ. -1 = ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ എത്രയാണ്, 40 ആണ്. അങ്ങനെയാണെങ്കിൽ 12 + x = 40. x = എത്ര വന്നു, 28. അപ്പോ ലെഫ്റ്റിൽ നിന്ന് A എത്രാമതാണ്, 13 ആണ്. സി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് 28ാമതാണ്. 13 മുതൽ 28 വരെ. അതിന്റെ ഇടയിൽ രണ്ടാളെയും കൂട്ടാൻ പാടില്ല. എനും നിങ്ങൾ കൂട്ടാൻ പാടില്ല, സീനും കൂട്ടാൻ പാടില്ല. ഇടയിൽ എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. 13ാമത്തെ ആള് A ആണ്, അത് നമ്മൾ ഒഴിവാക്കാം. നെക്സ്റ്റ് 13, 14, 15, 16, 17, 18, 19, 20 വരെ 7 ആളുണ്ടാവും അല്ലെ. ഇനി 28ാമത് ആളെ കൂട്ടാൻ പാടില്ല. നെക്സ്റ്റ് 21 മുതൽ 27ാമത് ആൾ വരെ കൂട്ടാം, അവിടെയും ഒരു 7 ആളുണ്ടാവും. ദാറ്റ് മീൻസ് ടോട്ടൽ 14 ആളുകളായിരിക്കും നമുക്ക് അവരുടെ ഇൻ ബിറ്റ്വീൻ ആളുകളായിട്ട് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എനി നോൺ ലീപ് ഇയർ വിൽ ഹാവ് 53 സൺഡേസ്. ഒരു നോൺ ലീപ് ഇയറിൽ 53 സൺഡേസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു നോൺ ലീപ് ഇയറിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 365 ആണ്. അവിടെ 52 വീക്സും ബാക്കി 1 ഡേ ആണ് എക്സ്ട്രാ ഉണ്ടാവുക. 52 വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ 364 ദിവസമാവും. ബാക്കി ഒരു ഡേ ആണ് ഒരു നോൺ ലീപ് ഇയറിൽ ഉണ്ടാവുക. ആ ഒരു ഡേ സൺഡേ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത് നോക്കിയാൽ പോയി. അതാണല്ലോ 53 സൺഡേ എന്ന് പറയുമ്പോൾ. 52 വീക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്തായാലും 52 സൺഡേ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ബാക്കിയുള്ള ഒരു ദിവസം സൺഡേ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് 1/7. 7 ദിവസങ്ങളാണ് ഒരു ആഴ്ചയിലുള്ളത്, അതിൽ ഒന്നാവാനുള്ള പ്രോബബിലിറ്റി അല്ലെ. ഇനി അത് ലീപ് ഇയറിലാണെങ്കിൽ എന്തായിട്ട് മാറും, 2/7. കാരണം ഇവിടെ 366 ദിവസങ്ങൾ ഉണ്ടാവും. ദാറ്റ് മീൻസ് 2/7 ആയിട്ട് മാറും. ഇവിടെ നോൺ ലീപ് ഇയർ എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1/7 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിയർ ആർ സം വേർഡ്സ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ആൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഹോളോ പോളോ മീൻസ് ബേസ്ബോൾ. മോട്ടോ പ്രോട്ട് മീൻസ് മൈ ഇന്ത്യ. പ്രോട്ട് ഷോർട്ട് മീൻസ് ഇന്ത്യ വോൺ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഇന്ത്യ എന്നുള്ളതിന് കോഡ് കിട്ടില്ല. ഇന്ത്യ എന്നുള്ളതിന്റെ രണ്ടും കോഡ് എന്താണ്, പ്രോട്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഓൾ ഇന്ത്യ റേഡിയോ പ്രോട്ട് എന്നുള്ളത് ഏതൊക്കെയാണ്, എല്ലാത്തിലും പ്രോട്ട് ഉണ്ട് അല്ലെ, എല്ലാത്തിലും പ്രോട്ട് ഉണ്ട്. അപ്പോ ഓൾ ഇന്ത്യ റേഡിയോ ദാറ്റ് മീൻസ് പ്രോട്ട് എന്തായാലും ഉണ്ടാവും. ഇനി നോക്കാം നെക്സ്റ്റ്, ഇവിടെ കോമൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് ടൈം ഏതാണ്, ഹോളോ പോളോ. ഹോളോ പോളോ എന്ന് ഇതിൽ വരുന്നുണ്ട്. ബേസ്ബോൾ എന്നാണ് ഹോളോ പോളോന്റെ മീനിങ്. പക്ഷെ നമുക്ക് ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായാലും ഹോളോ പോളോ ആവില്ല. കാരണം ഹോളോ പോളോന്റെ മീനിങ് ബേസ്ബോൾ എന്നുള്ളത്, അത് എന്തായാലും നമ്മുടെ ആൻസർ ആവില്ല. നെക്സ്റ്റ് നോക്കാം, KUD പ്രോട്ട് നിഡ് അങ്ങനെയൊക്കെയാണ്, അത് നമുക്ക് ഇവിടെ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ നോക്കാം, പോളോ നിഡ്. ഓക്കെ, പോളോ എന്നുള്ളത് മിക്കവാറും ബേസോ അല്ലെങ്കിൽ ബോളോ ആയിരിക്കും. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഈ ഒരു ഓപ്ഷനിൽ നമ്മളത് ആവില്ല. ഇവിടെയും സെയിം കേസ് തന്നെ, പോളോ എന്നുള്ളത് ബേസോ അല്ലെങ്കിൽ ബോളോ ആയിരിക്കും. അത് രണ്ടും നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടില്ല. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ആൻസർ ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും.
ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.